ഇറക്കമായുള്ള വളരെ കുത്തനെയുള്ള ഇറക്കമാണിത്. ഇത് നമ്മുടെ മഞ്ചേരിയും അരീക്കോടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. കുത്തനെ ഇറക്കമാണ്. ഈ ലോറി ഇവിടെ അപകടം നടന്നിട്ട് ഒരു 4 ദിവസമായി. രാത്രിയാണ് അപകടങ്ങൾ കംപ്ലീറ്റ് നടക്കാറ്. എത്ര ശ്രദ്ധിച്ചാലും ഈ റോഡ് ഡ്രൈവർമാർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ഏറനാട് MLA അതുപോലെ തന്നെ PWD എഞ്ചിനീയർ മറ്റുള്ള ഇതിൻ്റെ അധികാരികളെല്ലാം ഇതിനെ ഒരു കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മുടെ വളാഞ്ചേരി ചങ്കുവെട്ടി ഇടയിലുള്ള വട്ടപ്പാറ വളവ് മോഡൽ ഒരു വളവ് നമ്മുടെ അരീക്കോട് ടൗണിൻ്റെ അടുത്തുള്ള കിളിക്കല്ലിങ്ങിൽ ആകുന്നതാണ്. ഈ വളവിനെ നിവർത്തിക്കൊണ്ട് ഇതിന് ശാശ്വത പരിഹാരം കാണുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ ഒന്നടങ്കം പറയുന്നത്. ഈ വളവ് ഒന്നും കൂടി വീതിയായി കിട്ടിയാലേ ഇവിടെ വണ്ടി അപകടം കമ്മിയായി കിട്ടുള്ളൂ. ഇവിടെ തന്നെ പണിയുള്ളൂ. ഒന്നെങ്കിൽ ഈ ലോറി അല്ലെങ്കിൽ ബസ് അങ്ങനെ പലതായിട്ടുണ്ട്. ഇവിടെ പല അപകട മേഖലയായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ്. കാരണം ഇവിടെ അടുത്തുള്ള വീടുകൾ, എൻ്റെ വീടൊക്കെ ഈ തൊട്ടടുത്ത വീടാണ്, ഈ കാണുന്ന വീടാണ് എൻ്റെ വീട്. ഈ വീടിനടുത്തും ശരിക്കും രാത്രി പകലും ഉറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. ആദ്യമൊക്കെ രാത്രി സമയങ്ങളിൽ ഇവിടെ ആക്സിഡൻ്റ് ആയി. ഇത് ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച 3:30 മണിക്കാണ് ഈ വണ്ടി ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുള്ളത്. ഇത് ഇവിടുന്ന് കൽപ്പറ്റ കണ്ണൂർ ഭാഗത്തേക്ക് വിദേശമദ്യം അതായത് വീറുമായിട്ട് പോകുന്ന വണ്ടിയാണ്. ഇവിടെ കുട്ടികളോ ആളുകളൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് പരിക്കുകളൊന്നും വന്നിട്ടില്ല. ഈ വണ്ടിക്ക് മാത്രമുള്ള പരിക്കും ഇതും വന്നിട്ടുള്ളൂ. വേറെ പരിക്കുകളൊന്നും കാര്യമായി ഇവിടെ നടന്നിട്ടില്ല. ഒരുപാട് അപകടങ്ങൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു 70-75ഓളം അപകടങ്ങൾ നടന്നൊരു വളവാണ്. ഇതിലൊക്കെ എന്താ ഉണ്ടാകുക വെച്ചാൽ വാഹനത്തിനും അതിലുള്ള സാധനങ്ങളും കേടുപാടുകൾ പറ്റാമെന്നല്ലാതെ ഇവിടെ ഒരു മരണമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റോ സംഭവിക്കാത്തതുകൊണ്ട് അധികാരികളുടെ ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഞങ്ങളുടെ അഭിപ്രായം. ഈ ഇതിന് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് എന്താണ് ഇതിലുള്ള ഒരു മാർഗം എന്നുള്ളത് നമ്മൾ അധികാരികളുടെ എത്തുന്നത് വരെ ഇത് നടക്കട്ടെ എന്ന്. ഇതിന് വേണ്ട സിഗ്നലുകളും നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. കിളിക്കൽ ഭാഗത്തുനിന്നോട്ട് തൊട്ട് സിഗ്നലുകളും ചെറിയ അമ്പുകളും വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കുറഞ്ഞൊരു മാർഗങ്ങളിലും ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇത്ര പറഞ്ഞ സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്, കുട്ടികൾ പോണ വഴിയാണിത്. ഇപ്പോൾ ഈ റോഡ് നന്നായതിന് ശേഷം ഒരു മാസത്തിന് 4ാമത്തെ തവണയാണ് ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഇത് യൂട്യൂബർമാരും ചാനലുകാരും വന്ന് ഇത് നിരന്തരം അവരെന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതുകൊണ്ട് ഒരു നടപടി ഉണ്ടാവില്ല തന്നെയാണ് നമ്മളെ ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് വിശ്വാസം. ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇത് അധികാരികൾ ഇതിൽ നിന്ന് ഒരു കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്കും ഭയാനകരമായ ഇറക്കം, അതേമാതിരി കൊടും വളവ്, പിന്നെ റോഡ് നന്നായതിന് ശേഷം നല്ല ആക്സിഡന്റുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇതിന്റെ അലൈൻമെന്റ് ശരിയല്ല ഇവിടുത്തെ റോഡിന്റെ. അതാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഈ റോഡ് ഇവിടെ ലാസ്റ്റ് കൂടി ഇങ്ങോട്ട് ചെരിയണത് അപ്പോഴാണ് അതിന് ശരിയാകുക. അലൈൻമെന്റ് റെഡിയല്ല. ശ്രീധന്യക്കാരുടെ പേരിലാണ് കംപ്ലൈന്റ് കൊടുക്കേണ്ടത്. അതാണ് അപകടം ഇവിടെ വണ്ടി ചാടുന്ന വരുന്നത്. അത്ര തന്നെ പറയാനുള്ളൂ. ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് വട്ടപ്പാറ വളവ് മോഡലിലുള്ള വളവ് ഇവിടെ അരീക്കോട് കിളിക്കലിങ്ങനെ ആക്കരുത്, ഈ ഇവിടെയുള്ള അധികാരികളുടെ അനാസ്ഥ മൂലം ആക്കരുത് എന്നാണ് ഇവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. വില കൊടുത്താണ് വാങ്ങിയാണ് സ്ഥലം. വളവ് നിർത്താൻ വേണ്ടി കഴിഞ്ഞതിൽ 3 ലക്ഷം റുപ്യ കൊടുത്ത് കൊടുത്താണ് സ്ഥലം വരെ ഞങ്ങൾ നാട്ടുകാർ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ശ്രീധന്യക്കാരാണ് ഇതിന്റെ ഉത്തരവാദി. ഇത് ഫുൾ ഉത്തരവാദിത്തം ശ്രീധന്യക്കാർക്കാണ്. ഈ റോഡിന് ആക്കുന്നത് എത്ര അപകടമാണ് ഇത് നടക്കുന്നത്. ഈ വീടിന് പൈസ കൊടുത്താണ് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയ റോഡ്. എന്തൊരു സുഖം ഉണ്ടാവും എല്ലാവർക്കും. ഇന്ന് വണ്ടി റോഡിൽ 10 വന്നത് എത്ര വണ്ടിയാണ് പറഞ്ഞത്? കോഴി വണ്ടി, മറ്റേ സിമെന്റ് വണ്ടി. ഇതിപ്പോ പകല് 3:30 പറഞ്ഞു. പകല് ഈ ടൈമിൽ അത് പറഞ്ഞു. അതിപ്പോ ഡ്രൈവർ ഉറങ്ങിയിട്ടൊന്നല്ലോ. അത് നല്ലത്. ഇത് പകലാണ് പറഞ്ഞത്. ഈ വളവ് സീറ്റ് കിട്ടുന്നില്ല, ഈ വളവ് ഓടിച്ചിട്ട് കിട്ടുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ അതുമല്ല, പുതുതായിട്ട് വരുന്ന ഡ്രൈവർമാര് ഇറങ്ങി വരുമ്പോ ഈ ടേണിംഗ് ഇല്ലാതെ ഓല് ശ്രദ്ധിക്കുന്നില്ല. എവിടെയില്ല ഓല് വലിയ ഹൈവേ, അതായത് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് പോകുന്ന വണ്ടിക്കാരാ വരുന്നവിടെ അധികം ആക്സിഡന്റ് ആണ്. ഓൽക്ക് അറിയില്ലാണും ഇത്ര ഇറക്കം ഉണ്ടാവുമ്പോ ഒരു വളവ് വരുന്നുണ്ട് എന്നുള്ളത് ഓല് ചിന്തിക്കണില്ല. അപ്പൊ പെട്ടെന്നാണ് ഈ വളവ് കാണുന്നത്. വട്ടം ഞങ്ങൾ MLA ആയിട്ടും അതേമാതിരി PWD ആയിട്ടും അതുമാതിരി MVD ആയിട്ടും അരീക്കോട് CA ആയിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. പല അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇതിന് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണമെന്നില്ല. നമുക്ക് പറയാനുള്ള ഇനിയിപ്പം ഒന്നും കൂടി പറയാണ്, നമുക്കിത് കിളിക്കല്ല് മുതൽ ഈ ഭാഗം ഈ പള്ളിപ്പടി വരെയുള്ള ഭാഗങ്ങളിൽ സിഗ്നലുകളും അതുപോലെ തന്നെ കല്ല് വെച്ചിട്ടുള്ള അമ്പുകൾ അത് വെച്ചിട്ട്
ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് ഒരു ഉറക്കിൽ നിന്ന് പെട്ടെന്നാണ് ഈ ഉണരാനുള്ളൊരു സന്ദർഭം നടത്തിയാൽ ഒരുവിധം അപകടങ്ങളിൽ നിന്ന് മാറുമെന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഈ റോഡ് പണി നടന്ന സമയത്ത് അമ്പുകൾ വെച്ചിരുന്നു, അത് വെച്ചത് ഇവിടെ കുറേ ആക്സിഡന്റിന് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു.